ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, ഞാൻ ഓൾറെഡി ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒട്ടികൾ മാറാനുള്ള വീഡിയോ ആയിട്ട് വരണമോ അതല്ലെങ്കിൽ ശരീരം തടി വയ്ക്കാനുള്ള വീഡിയോ വേണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ പേരും അതിൽ പോൾ ചെയ്തിട്ടുള്ളത് ഒട്ടികൾ മാറാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്യുക എന്നാണ് കേട്ടോ പറഞ്ഞത് കൂടുതൽ പേരും. അപ്പോൾ ഞാനെന്ന് വിചാരിച്ച് ഈ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഒട്ടിയ കവിളൊക്കെ ഒന്ന് മാറി ഒന്ന് തുടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ കവിളൊക്കെ ഒന്ന് ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അതുപോലെ തന്നെ കാണിച്ചും തരാം കേട്ടോ. ഫസ്റ്റ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ജ്യൂസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും ഞാൻ ഇവിടെ കാണിക്കാം. ക്യാരറ്റും ബീട്രൂട്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസാണ്. ഞാൻ ഡെയിലി ഒരു 2-3 മാസം നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഫേസ് ഒന്ന് തുടുക്കാനും കവിള് വരാനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് ഇത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ജ്യൂസാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എങ്ങനെ തയ്യാറാക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റും ഒരു ചെറിയൊരു ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രമാത്രം മതി. നമ്മൾ അതിലേക്ക് വേണ്ട ആവശ്യമുള്ള വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. വേണമെങ്കിൽ നാരങ്ങ ജ്യൂസും കൂടി നിങ്ങൾക്ക് പിഴിഞ്ഞിട്ട് അതിലൊഴിക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് നന്നായിട്ട് കവിള് വയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസും കൂടിയാണ് കേട്ടോ. ഇത് കുടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇതിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യരുത്. പഞ്ചസാര ആഡ് ചെയ്താലൊക്കെ നമ്മൾ ഡെയിലി ഇത് കൺസ്യൂം ചെയ്യുന്നത് അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. അപ്പോൾ നമ്മളിത് പഞ്ചസാര ഇല്ലാതെ ഈ ഒരു ജ്യൂസ് അധികം ഒന്നും വെള്ളം ചേർക്കരുത്. ഡെയിലി നമ്മൾ ഒരു 1/2 ഗ്ലാസ്സിന് മേലെ മാത്രം കുടിച്ചാൽ മതി. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടാനും കവിളൊക്കെ തുടുക്കാനും ബ്ലഡ് ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് ഡെയിലി ഇത് കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നരാടം വിട്ട് കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നിർത്താതെ ചെയ്യുക. ഫസ്റ്റ് തന്നെ കുറച്ച് നമ്മുടെ കവിളൊക്കെ വരാനൊക്കെ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് കൂടുതൽ ദിവസം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ജ്യൂസും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലഡ് വയ്ക്കാനും അതിന് ബ്ലഡ് ഫ്ലോ കൂട്ടാനും നമ്മുടെ ശരീരത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനും കളർ വയ്ക്കാനും നമ്മുടെ കവിളൊന്ന് തുടുക്കാനും എല്ലാത്തിനും ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് വേഗം തന്നെ കിട്ടും. അതല്ല അതിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ അതായാലും ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. നമ്മൾ ഓൾറെഡി ജ്യൂസിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്തുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഒലീവ് ഓയിൽ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാന്ന് പറയുന്നത്. ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബോട്ടിലൊക്കെ കുറച്ച് കൂടുതൽ കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം എടുത്താൽ മതി. നന്നായിട്ട് ഫേസ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻസ് കൂടാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് വലിയാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഫോം ചെയ്തെടുക്കാനും നമ്മുടെ കവിളൊക്കെ ഒന്ന് തുടുക്കാനും കളർ കുറവാണെങ്കിൽ ഒന്ന് കുറച്ച് ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നമ്മുടെ ഒട്ടിയ കവിളൊക്കെ ആണെങ്കിൽ അതൊന്ന് മാറ്റി ഒന്ന് തുടുത്ത കവിളാക്കി മാറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഇത് കാരണമാണ് എനിക്ക് കവിള് വന്നത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കുറേ നാളിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല മാറ്റം എൻ്റെ കവിള് കൊണ്ടുവരാനായിട്ട് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇത് ഞാൻ പല്ലിൽ ക്ലിപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കവിള് ഭയങ്കര ഒട്ടിയിട്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല ആ സമയത്ത് കുറച്ച് കളറൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് തന്നത് കേട്ടോ. അപ്പോൾ ആൽമണ്ട് ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒലീവ് ഓയിൽ തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യുന്ന ഒലീവ് ഓയിൽ ചോദിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ അത് വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കിട്ടുകയാണെങ്കിൽ ഇത് വാങ്ങി ഉപയോഗിക്കും, നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലത്തേക്ക് നിങ്ങളൊരു 2 മാസമെങ്കിലും നമ്മൾ നന്നായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം കൊണ്ടുവരും. നല്ല മാറ്റം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ ട്രൈ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കവിളൊക്കെ ഒന്ന് തുടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഒട്ടിയ കവിളൊക്കെ മാറാൻ നല്ലതായിട്ടുള്ള ഒന്നാണ് ചുവന്നുള്ളി ലേഹ്യം എന്ന് പറയുന്നത്. ചുവന്നുള്ളി ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡൊക്കെ കുറവാണെങ്കിൽ ആ ബ്ലഡൊക്കെ ഒന്ന് വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചുവന്നുള്ളി ലേഹ്യം. നമ്മളിത് ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അനീമിയ മാറ്റാനും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വുമൻസിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല, അല്ലെങ്കിൽ ഏജൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ചുവന്നുള്ളി ലേഹ്യം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുക, ഈ ഒരു കാര്യം നമ്മൾ ജ്യൂസ് കുടിക്കുക, ഈ ഒരു പുറമേ നിന്ന് നമ്മൾ ഈ ഒരു ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക, അതുപോലെ തന്നെ ഇതും കൂടി ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് വരും. നമ്മുടെ കവിളൊക്കെ ഒന്ന് തുടുക്കാനും എല്ലാം അതും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചുവന്നുള്ളി ലേഹ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 മാസം 3 മാസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഇതും കൂടി കണ്ടിന്യൂ ചെയ്യുമ്പോൾ നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. നല്ല മാറ്റം കൊണ്ടുവരും. അത് എനിക്കിത് കഴിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ അടുത്തതാണ് ഫേസിലൊരു ഫേസ് മാസ്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുക. നമ്മുടെ ഫേസിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും കൊളാജിൻ ബിൽഡ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടൊമാറ്റോ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണതും അതുപോലോടൊപ്പം ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒട്ടിയ കവിളൊക്കെ ഒന്ന് മാറി ഒന്ന് തുടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനത് കാണിക്കും. ആ ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്യണതും ഉണ്ടാക്കണത് ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടൊമാറ്റോ ജ്യൂസ് എടുക്കുക. ഒരു തക്കാളിയുടെ പകുതി മാത്രം മതിയിട്ട് അത് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസിന് ടൊമാറ്റോ നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പം അത് നമ്മുടെ ഫേസിന് നന്നായിട്ട് ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കൊളാജിൻ വർദ്ധിപ്പിക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡെയിലി ഒരു ദിവസം ഒരു നേരം നിങ്ങൾ ഉപയോഗിക്കുക. ഡെയിലി നിങ്ങൾ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നല്ല മാറ്റം കൊണ്ടുവരും കേട്ടോ. നമ്മുടെ ഫേസൊക്കെ ഒന്ന് തുടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് ഇത് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യും. വേറെ ഫേസ് പാക്കൊന്നും അപ്പോൾ ഫേസിൽ തേക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും പറയായിരുന്നു നല്ല മാറ്റം എൻ്റെ ഫേസിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കവിള് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇത് ഉപയോഗിച്ച് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുഖത്ത് കുരുക്കളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ഉപയോഗം കൂടി ഉണ്ടായിരുന്നു. അതിനോടൊപ്പം എനിക്ക് അതിനാണോ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത് എപ്പോഴും ട്രൈ ചെയ്തപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു റിസൾട്ടും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കവിളൊക്കെ നന്നായി തുടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പാക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു എക്സസൈസ്, നമ്മൾ വായിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഡെയിലി നമ്മൾ ചെയ്യുക. കുളിക്കാൻ നേരത്ത് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കവിളൊക്കെ ഒന്ന് ഫേം ചെയ്തെടുക്കണം. കവിളൊക്കെ ഒന്ന് വരാനും അതുപോലെ തന്നെ തുടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറെ ഒന്ന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസിൽ മസാജിങ് ചെയ്യുക. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് മസാജിങ് ചെയ്യേണ്ടത്. ഒലിവ് ഓയിൽ ഉപയോഗിക്കുക എന്നതിന് ശേഷം നമ്മൾ ഫേസിൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, തുടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഡെയിലി കുറച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കുക. 2 ഫിംഗർ ഉപയോഗിച്ചിട്ടായാലും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യാം. അതായത് ഇങ്ങനെ നമ്മൾ ഡെയിലി ഒരു 20 തവണയെങ്കിലും ചെയ്യുക. അതും നമ്മൾ ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ട് ഫേസിൽ മസാജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്യുന്ന 2 കാര്യങ്ങളും കൂടിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കൊടുക്കുക. അപ്പം ഇങ്ങനെ കൊടുക്കുന്നതും ഇങ്ങനെ ചെയ്യണം നമ്മുടെ കവിളൊക്കെ ഒന്ന് ഒട്ടിയ കവിളൊക്കെ ഒന്ന് മാറാനും നമ്മുടെ കവിൾ തുടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കവിൾ ഇതുപോലെ വലിച്ചു കൊടുക്കുക. ഒരുപാട് വലിച്ചു കൊടുക്കണ്ട, കുറച്ച് നമ്മൾക്ക് വേദനിക്കാത്ത രീതിയിലൊന്ന് വലിച്ചു കൊടുക്കുക. നമ്മൾ ചെയ്ത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫേസ് ഒട്ടിയ കവിളൊക്കെ ഒന്ന് മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്, ഒരു എക്സസൈസാണ്. നമ്മൾ ഫേസ് വാഷ് ഇട്ട് നമ്മൾ മുഖം നന്നായിട്ട് കഴുകുമ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ, നമ്മുടെ കവിള് വരാനൊക്കെ. ഇങ്ങനെ ചെയ്യണം, നല്ലതാണ്. നമ്മുടെ കവിളിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷൻസ് കൂട്ടാൻ, നമ്മുടെ ഒട്ടികൾ മാറാനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യാം. ഇപ്പോഴത്തെ ബ്ലഡ് സർക്കുലേഷൻസ് കൂട്ടാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ
മസ്റ്റ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഫുഡ് ഐറ്റംസ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക എന്നതാണ് കേട്ടോ. അതായത് ചിയ സീഡ്സ്, വാൾനട്ട്, ഞാനിവിടെ കാണിക്കാം കേട്ടോ. ചിയ സീഡ്സ്, അതുപോലെ തന്നെ വാൾനട്ട്, പംകിൻ സീഡ്സ് ഉണ്ടാവും. അതൊക്കെ നന്നായി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്ക് നമ്മുടെ വെയിറ്റ് ഒന്ന് ഗെയിൻ ചെയ്യാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ ചീക്സ് ഒന്ന് ഫോം ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡിൽ ഒന്നാണ് കേട്ടോ ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ കഴിക്കുക എന്ന്. അത് പിന്നെ സെക്കൻഡ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ട ഫുഡ് എന്ന് പറയുന്നത് എഗ്ഗാണ്. എഗ്സ് നമ്മുടെ മുട്ട നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ധാരാളം വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ കൊളാജൻ നമ്മുടെ സ്കിന്നിൽ ബിൽഡ് ചെയ്യാനും അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എഗ്ഗ് എന്ന് പറയുന്നത്. അപ്പോൾ എഗ്ഗ് എന്നും ഡെയിലി നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യാം. റൈസ് ആണല്ലോ കഴിക്കുക, അപ്പോൾ നമ്മൾ ഒരിക്കലും വൈറ്റ് റൈസ് കഴിക്കാതെ ബ്രൗൺ റൈസ്, മട്ടയരിക്ക കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ധാരാളം ഫൈബറൊക്കെ അടങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും സാഗിങ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ നന്നായിട്ട് വരും. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ചീക്സ് ഒന്നും ഫോം ആയിട്ട് വരും. നമ്മൾ വൈറ്റ് റൈസൊക്കെ ഒരുപാട് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സാഗ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മട്ടരിയൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. കവിള് ഭയങ്കരമായിട്ട് ഒട്ടിയ കവിളാണെങ്കിൽ കൂടുതലായിട്ട് കാലറീസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. അതായത് മിൽക്ക് തന്നെ നമുക്ക് പീനട്ട് ബട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അത് നമ്മുടെ ചീക്സ് ഒന്ന് ഫോം ചെയ്തെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ കോപ്പർ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുക, അതായത് പൊട്ടാറ്റോസ്, അത് നമ്മൾ നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കാഷ്നട്ട്, ഡാർക്ക് ചോക്ലേറ്റ്സ്, ഡയറി പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. കൂടുതൽ കോപ്പർ റിച്ച് ഫുഡ് നമ്മുടെ ഫുഡിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് വിട്ടുപോയൊരു കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒന്ന് കൂട്ടാനും അതുപോലെ തന്നെ ഈ വാട്ടർ മെലൺ പോലത്തുള്ള ഫുഡ്, വാട്ടർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഫുള്ളായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന ഈ ഒരു ഒട്ടിയ കവിളൊക്കെ ഒന്ന് മാറി നല്ല കവിളൊക്കെ ഒന്ന് തുടുത്ത് കിട്ടാനും അല്ലെങ്കിൽ ഒട്ടിയ കവിൾ മാറി ഒന്ന് ഫോം ചെയ്ത് വരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.